വേൾഡ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആലപ്പുഴ ബീച്ചിൽ 1.5 മാസമായി നടന്നു വരുന്ന മറൈൻ വേൾഡ് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയത്തിൻ്റെ വിശേഷങ്ങളാണ്. ഇന്ന് ഇതിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ഡിസംബർ 15 തുടങ്ങി ജനുവരി 28 വരെയാണ് ഈ എക്സിബിഷൻ നടക്കുന്നത്. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടാവും. വലിയൊരു മത്സ്യത്തിൻ്റെ വാ തുറന്നിരിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ എൻട്രൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ വായുടെ ഉള്ളിലേക്ക് കയറി പോകുന്ന രീതിയിലാണ് ഇവിടുത്തെ സ്റ്റെപ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ 5 വയസ്സിന് മുകളിലേക്കുള്ള എല്ലാവർക്കും തന്നെ ടിക്കറ്റ് എടുക്കണം. 120 രൂപയാണ് ചാർജ് വരുന്നത്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം തികച്ചും സൗജന്യമാണ്. നമ്മൾ ഇവിടുന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ ഫസ്റ്റ് കാണുന്നത് തന്നെ നമ്മുടെ മുൻ രാഷ്ട്രപതിയും സയൻറ്റിസ്റ്റുമായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിനോടുള്ള ബഹുമാന സൂചകമായി അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരണങ്ങളും അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മോഡലും സ്റ്റാച്യൂസും അദ്ദേഹം നമുക്ക് നൽകിയ സംഭാവനകളും അദ്ദേഹത്തെ കുട്ടികളോടുള്ള വാത്സല്യവും എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്ന വിശദമായ വിവരങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് മുമ്പോട്ട് വരുമ്പോൾ കാണുന്നത് ആനിമൽസിൻ്റെ കുറേ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവിടെ ഇവ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ മുതൽ ഇനി കാണാൻ പോകുന്നത് വംശനാശം വന്നതും ഇപ്പോഴുള്ളതുമായിട്ടുള്ള ആനിമൽസിൻ്റെ എല്ലാം തന്നെ മോഡലും അതിൻ്റെ ഒറിജിനൽ സൗണ്ടും അവയുടെ വിവരണങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള നോട്ട്സുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ ആനിമൽസിനെയൊക്കെ കണ്ട് ഇതാ മുമ്പോട്ട് നടക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു മിന്നി മൗസിന് വലിയൊരു മോഡൽ വെച്ചിട്ടുണ്ട്. ഇവിടെ മുതലാണ് ഇനി അക്വേറിയം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മാത്രമാണ് വലിയ ടാങ്ക് വെച്ചിരിക്കുന്നത്. ശുദ്ധജല മത്സ്യങ്ങളും കടൽ മത്സ്യങ്ങളെയും എല്ലാം വെവ്വേറെ ടാങ്കുകളിലാണ് ഇട്ടിരിക്കുന്നത്. ഇതുവരെയും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വ്യത്യസ്തമായ മത്സ്യങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ മത്സ്യങ്ങളുടെ പേരോ അതിൻ്റെ ഡീറ്റെയിൽസോ ഒന്നും അറിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കണ്ടുപോവുകയാണ്. ഇനി ഈ എക്സിബിഷൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള സ്കൂബ ഡൈവറിനെയാണ് കാണുന്നത്. അവരിങ്ങനെ ടാങ്കിലൂടെ നീന്തി എല്ലാവർക്കും ഹായ് ഒക്കെ കാണിച്ച് കുമിളകളെ കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള അത് എല്ലാവർക്കും കൗതുകം നടത്തുന്നതായിട്ടുള്ള കാഴ്ചകളൊക്കെ ആൾക്കാരെയൊക്കെ കാണിച്ച് സന്തോഷിപ്പിക്കുകയാണ്. ഈ കാണുന്നതെല്ലാം ശുദ്ധജല അലങ്കാര മത്സ്യങ്ങളാണ്. ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള മത്സ്യങ്ങളെ എല്ലാം തന്നെ ഒരു ടാങ്കിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം മത്സ്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇവയുടെ കൂടെ ടാങ്കിൽ ഇങ്ങനെ നീന്തി ഉല്ലസിച്ച് കളിക്കാനായി ഒരു സ്കൂബ ഡൈവർ കൂടി ഒപ്പമുണ്ട്. നല്ല രസമാണ് ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. ചേച്ചി എന്നെ കൂടി ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മത്സ്യം കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഇത്രയും ആൾക്കാരും ബഹളത്തിനിടയിൽ നല്ല ശാന്തസുന്ദരമായി കിടന്നുറങ്ങുന്ന സ്റ്റാർ ഫിഷുകളെയും ഞണ്ടിനെയും ഒക്കെയാണ് ഇപ്പോൾ കണ്ടത്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ടാണ് ടണൽ അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുള്ളിൽ അലിഗേറ്ററും അങ്ങനെ ഉള്ള വലിയ വലിയ മത്സ്യങ്ങളൊക്കെയാണ് ഉള്ളത്. അത് നമുക്കിനി അകത്തോട്ട് കയറുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇതാ ഇവിടെ കണ്ടോ, പാമ്പിനെ പോലെ ഇരിക്കുന്ന മത്സ്യമാണ്. എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ.
ഇവിടെ പാവം ഒറ്റയ്ക്കൊരു മീൻ നല്ല രസം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, കുറേ നേരമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുക. അയ്യോ, ഇത് കണ്ടിട്ട് മത്സ്യം തോന്നുന്നില്ല, ഇത് വേറെ എന്തോ ജീവിയാന്ന് തോന്നുന്നല്ലോ. ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ അനങ്ങാതെ ഇരുന്നുണ്ട്. ഇവിടെ നല്ല രസമുണ്ട്, നല്ല കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങളൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. നമ്മളേതാണ്ട് ഒരു വണ്ടർലാൻഡിൽ എത്തിയ പോലത്തെ ഒരു ഫീലിംഗ് ആണ് ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്നത്. ഇനി നമ്മളിതാ കടക്കുന്നത് ടണൽ അക്വേറിയത്തിലേക്കാണ്. ശരിക്കും നമ്മളേതാണ്ട് കടലിനൊക്കെ അടിയിൽ കൂടെ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കുന്ന പ്രതീതിയാണ് തോന്നുന്നത്. നമ്മുടെ ഇരുവശങ്ങളിലും മുകളിലുമായി മത്സ്യങ്ങൾ ഇങ്ങനെ നീന്തി കളിക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ്. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ക്യൂട്ടായിട്ടുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള മത്സ്യങ്ങളെയാണ്. നല്ല രസമാണ് കാണാൻ. നമ്മൾ കളർഫുള്ളായിട്ടുള്ള പേപ്പേഴ്സൊക്കെ കീറി ഇങ്ങനെ ഇടത്തില്ലേ, അതുപോലെ തോന്നുന്നു. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ കുറേ പേരിങ്ങനെ ക്യൂ പാലിച്ച് കിടന്നുറങ്ങുന്നുണ്ട്. ഇവിടെ ചുറ്റിനും മീനുകളുള്ളതുകൊണ്ട് ഏതിൻ്റെ എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇരിക്കുന്നത്. ഒരെണ്ണത്തിന് എടുക്കുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് വേറെ ഒരെണ്ണം വരും, അതിനേക്കാട്ടിലും ഭംഗിയുള്ള ഇപ്പുറത്ത് വരും. അങ്ങനെ മാറ്റിയും മറിച്ചുമാണ് എടുക്കുന്നത്. വലിയ വലിയ മത്സ്യങ്ങളായിട്ടുള്ള അലിഗേറ്റർ ഫിഷും, പിന്നെ ഇതിൻ്റെ പേരറിയില്ലെങ്കിലും വലിയൊരു മത്സ്യം ഉണ്ട്. അങ്ങനെയുള്ള വലിയ ടൈപ്പ് മത്സ്യങ്ങളെല്ലാം തന്നെ ഈ ടാങ്കിനകത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതോ വേറൊരു മത്സ്യം, ഇതിൻ്റെ ഒരു വലിയ 2 കൊമ്പും മീശയൊക്കെ ആയിട്ട് ഇങ്ങനെയാണ് പോകുന്നത്. ഇത് അലിഗേറ്റർ ഫിഷാണ്, ഇതിനെ മാത്രം അറിയാം. മുതലയുടെ ഷേപ്പ് ഉള്ളതുകൊണ്ട് അതിനെ അറിയാം. ഇവിടെ കുറച്ച് മത്സ്യങ്ങളെ കെട്ടിയിട്ട പോലെ കിടപ്പുണ്ട്. അങ്ങനെ ഇനി നമ്മൾ ഈ ടണലിൽ നിന്ന് പുറത്തിറങ്ങാൻ പോവുകയാണ്. ഇതോടെ വലിയ ഫിഷുകളുടെയും അക്വേറിയത്തിൻ്റെയൊക്കെ കാഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ടണലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള കാഴ്ചയാണ്. അച്ചടാ, ഇവിടെ കുറേ ക്യൂട്ടായിട്ടുള്ള ഗോൾഡ് ഫിഷാണോ എന്തോ, അങ്ങനെ കുറേ മഞ്ഞ കളറിലുള്ള മത്സ്യങ്ങൾ ഇങ്ങനെ നീന്തി കളിച്ചുകൊണ്ടിരിക്കുക. അതും എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കൂട്ടമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കാണാൻ തന്നെ നല്ല രസമാണ്. അടുത്ത വേറൊരു ടൈപ്പ് മത്സ്യങ്ങളും ഉണ്ട്, ഇതുപോലെ ഇങ്ങനെ കൂട്ടമായിട്ടാണ് സഞ്ചരിക്കുന്നത്. അതിനിടയ്ക്ക് ഇതാ ഇവിടെ ഒരാൾ ഒറ്റയ്ക്ക് വന്നിരുന്ന് ശീർഷാസനം ചെയ്യുവാൻ തോന്നുന്നു. ഇനി 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായിട്ടുള്ള ഒരു ഗെയിം സെക്ഷനാണ്. മീൻ പിടിക്കൂ സമ്മാനം നേടുന്നതാണ്. ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ 5 മീനിനെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല സമ്മാനങ്ങളൊക്കെയാണ് കിട്ടുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ എക്സിബിഷൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ടുള്ള അക്വേറിയമാണ് ഈ കാണുന്നത്. ഒരു കൊട്ടാരവും അതിനുള്ളിൽ കുറേ മത്സ്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്നെ അമ്മയും കാത്ത് ഹസ്ബൻഡ് മോനും ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇവിടെ മുതൽ അങ്ങോട്ട് സ്റ്റോളുകളാണുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് എല്ലാം ഒന്ന് ഓടിച്ചു വിട്ടിട്ട് കാണാം.
അങ്ങനെ കുറേ നടന്ന ശേഷം നമ്മുടെ ഷോപ്പിംഗ് ഏരിയ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇവിടെ അടുത്തത് ഫുഡിൻ്റെ സെക്ഷനാണ് വരുന്നത്. അങ്ങനെ ഫുഡിൻ്റെ സെക്ഷനൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് കുട്ടികൾക്കായുള്ള സെക്ഷനാണ്. ഇതോടൊപ്പം മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ള റൈഡുകളും ഗെയിം സെക്ഷനും വേറെയുണ്ട്. അങ്ങനെ 2 കിലോമീറ്ററോളം നടന്ന ശേഷം ഞങ്ങൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, പുറത്തിറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം 9 മണിയായപ്പോഴത്തേക്കാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. ദാ ഇവിടെ ഇപ്പോഴും നല്ല തിരക്കാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ കൊണ്ട് തീരുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്